Schon. Schon. ഹായ് ഗൈസ്, വിപിനാണ്. ഫിഷിംഗ് ഷോട്ട്സിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രാവിലെ ഫിഷിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെറുമീനാണ് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ചെറുമീൻ പിടിക്കാൻ വേണ്ടി തന്നെ പോകാം. നമ്മുടെ അടുത്തുള്ള തോട്ടിലാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം ചെറുമീനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഇന്ന് നമുക്ക് മീൻ കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അങ്ങനെ നമ്മൾ കാസ്റ്റിംഗ് തുടങ്ങുകയാണ്. കാസ്റ്റിംഗ് തുടങ്ങാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രോഗ് നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ സ്നേക്ക് ഹെഡ് എന്ന് പറഞ്ഞ ഫ്രോഗാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു സ്നേക്ക് ഹെഡിൻ്റെ ഹെഡ് പോലെ ഇരിക്കുന്ന ഒരു ഫ്രോഗാണ് കേട്ടോ, ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ സ്നേക്ക് ഹെഡ് എന്ന് പറഞ്ഞത്. ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ചെറുമീൻ പിടിക്കാൻ പോകുന്നത്. കിട്ടുന്ന റിസൾട്ട് ആയിരിക്കും, നമുക്ക് നോക്കാം. നമുക്ക് അത്യാവശ്യം മീൻ അടിച്ചിട്ടുണ്ട്, 2-3 മീൻ. ഒരുപാട് കാസ്റ്റ് ചെയ്തിട്ടില്ല, 2-3 മീൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ടാക്കിൾസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അബുഗോസിയ ടൂർണമെൻറ്റ് റോഡും 7 ഫീറ്റ് റോഡ്, അബുഗോസിയ ബ്ലാക്ക് മാക്സ് 4 ലെഫ്റ്റ് ഹാൻഡ് റീലുമാണ്. അപ്പം ബ്രൈഡ് നമുക്ക് പേരറിയത്തില്ല കേട്ടോ. ഒരു 28 mm ഒരു ബ്രൈഡാണ്. നമുക്ക് പേര് അത്ര ഓർമ്മയില്ല. അപ്പം നേരെ നമുക്ക് കാസ്റ്റിങ്ങിലോട്ട് പോകാം. അത്യാവശ്യം മീനടിക്കുന്നൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഗംബൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഏയ് ഗിയർസ് അവിടോട്ടൊക്കെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അവിടെയൊക്കെ ഉറപ്പായിട്ട് ചെറുമീൻ നിൽക്കുന്നൊരു ഇടം തന്നെയാണ്. നല്ല കാടുണ്ടേ, ഗംബൂട്ട് ഇട്ടിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. അടിച്ചടാ മോനെ. ഓ മിസ്. ഇല്ല ഉണ്ട് കേട്ടോ, മിസ്സല്ല. ഓ ചെറിയൊരു ചെറുമീനാണ്, കുഞ്ഞനാണ് കേട്ടോ ചെറുമീൻ. ഗൈസ്, നമ്മുടെ ഫസ്റ്റ് സ്ട്രൈക്ക് കുഞ്ഞൊരു ചെറുമീൻ കേട്ടോ. നമ്മുടെ സ്നേക്ക് ഹെഡിൻ്റെ, നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ സ്നേക്ക് ഹെഡിലാണ് കേട്ടോ. കുഞ്ഞൊരു ചെറുമീനാണ്. എന്തായാലും ഇവനെ അങ്ങ് റിലീസ് ചെയ്യാണ്. കുഞ്ഞതാണ് കേട്ടോ. വന്ന അടിയായിരുന്നു. നേരെ നീ താഴോട്ട് പോയിക്കോടാ മോനെ. പെട്ടക്കല്ലേ പെട്ടച്ചാ പോയി. എന്താ നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ സ്നേക്ക് ഹെഡിൽ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് മീൻ ചെറിയൊരു ചെറുമീൻ കുഞ്ഞാണ് കേട്ടോ. അവനങ്ങ് റിലീസ് ചെയ്യാണ്. അതാണ്ടേ കുഞ്ഞൊരു ചെറുമീനാണ് കേട്ടോ. പോട്ടെ, ജീവിച്ചു കേട്ടെ. നീ പോയി വലുതായി വാ, എന്നിട്ട് എൻ്റെ ചൂണ്ടയിൽ തന്നെ വന്ന് പിടിക്കണം കേട്ടോ. അതാ വിടുകയാണ്. ഓ അടിച്ചാൽ വെള്ളം തെറിപ്പിച്ചു കളഞ്ഞു. ഞാൻ പോയിട്ടുണ്ട്. മോർണിംഗ് സ്ട്രൈക്ക്, ഫസ്റ്റ് സ്ട്രൈക്ക് തന്നെ നമ്മൾ മിസ്സാക്കാതെ കയറ്റി കരയ്ക്ക് പോയെന്ന് വിചാരിച്ച. പക്ഷെ അടുത്തോട്ട് ഓടിയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു വലിവ് കിട്ടിയില്ല കേട്ടോ ബ്രൈഡിൻ്റെ.
അത് കണ്ടില്ലേ, അടിച്ചുടനെ ഹുക്ക് തിരിയുന്നുണ്ട് കേട്ടോ. ഹുക്ക് തിരിഞ്ഞാൽ മിസ്സാവത്തില്ല. അതുകൊണ്ട് നല്ലൊരു ഫ്രോഗ് തന്നെയാണ് കേട്ടോ ഇത്. നല്ല ഹുക്ക് പ്രഷയുള്ള കിഡിലൊരു ഫ്രോഗ്. എന്തായാലും നമുക്ക് അടുത്ത കാശ് ഇവിടെ തന്നെ ഒന്ന് നോക്കാം കേട്ടോ. അവിടെയൊക്കെ മീൻ അടിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഓ അത് കാട്ടിലായി പോയി ഗൈസ് എറിഞ്ഞത്. ഓ എൻ്റെ മോനെ, അടുത്തോട്ട് ഓടുക. ഓ ഇത് പൊന്നോ, പെട്ടെന്നുള്ള അടിയായിരുന്നു. ഇത് തരക്കേടില്ലാത്ത ചെയർമീനാണ് കേട്ടോ. ഓ അവിടെ തന്നെ രണ്ടാമത്തെ കാസ്റ്റ് അടി വീണ് ഗൈസ്. കണ്ണിൽ കൂടെയാണ് കേട്ടോ കയറിയിരിക്കുന്നത്. അതെ, അവൻ്റെ കണ്ണ് വളച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് കുഴപ്പമില്ലാത്തൊരു ചെയർമീനാണ്. നമ്മുടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയമായിരുന്നു കേട്ടോ. അടിച്ച് കരയ്ക്ക് കയറിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് അവിടെ നിന്നാണ് കിട്ടിയത്. രണ്ടാമത്തെ സ്ട്രൈക്ക് അവിടെ നിന്നാണ് കിട്ടിയത്. നമ്മുടെ സ്നേഹിഡ് അതുകൊണ്ട് നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ സ്നേക്ക് ഹെഡില്ല കേട്ടോ. കിഡില്ല കണ്ടോ, ഹാൻഡ് ക്രാഫ്റ്റ് ഇരിക്കുന്നുണ്ടോ. ഓ അവൻ്റെ ഉശിര് നല്ല ഉശിര കേട്ടോ. നല്ല ഹുക്കപ്പായിരുന്നു. എറിഞ്ഞ് വന്ന ഒറ്റ അടിയവൻ നോക്കി തന്നെയാണെന്ന് തോന്നുന്നു. കിഡിലായിട്ട് ഫ്രോഗ് ഹുക്കായിട്ടുണ്ട് കേട്ടോ. മുന്നേ ഹുക്കപ്പ്. ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോ അതിൻ്റെ വേണം. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയത് 2 ചെയർമീനാണ് കേട്ടോ. ഫസ്റ്റ് ഒരു കുഞ്ഞൊരു ചെയർമീനെ അടിച്ചു, അത് നമ്മൾ റിലീസ് ചെയ്തു കേട്ടോ. കുഞ്ഞൊരു ചെയർമീനായിട്ട് റിലീസ് ചെയ്തു. പിന്നെ രണ്ടാമതൊന്നും അടിച്ചാൽ തിരക്കേടില്ലാത്തൊരു നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു ചെയർമീനായിരുന്നു. അത് നമ്മളെടുത്ത് നമ്മുടെ ബാഗിലുണ്ട്. അപ്പോൾ നല്ല ടയർഡായിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ വെയിലൊക്കെ ഉറച്ച് ഇനിയും നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഫിഷിങ് നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണ് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മളിടുന്ന വീഡിയോ ഉടനടി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ മറ്റൊരു ദിവസം കാണുമ്പോൾ ബൈ.